ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നിന് മുകളിൽ ഒന്നായി 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് യാർഡിൽ കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് STS ക്രെയിനുകളും തൊട്ടടുത്തായിട്ട് യാർഡ് ക്രെയിനുകളും കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ദൂരെയായിട്ട് നമുക്കൊരു ക്രെയിൻ വരുന്ന കാണാൻ സാധിക്കും. ഈ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും അല്ലാതെ റേസ് ട്രാക്കർ ക്രെയിനുകളും എന്ന് പറഞ്ഞ ക്രെയിനുണ്ട്. നമ്മുടെ പോർട്ടിൽ ആ ക്രെയിൻ വന്നപ്പോൾ തന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. പക്ഷെ വളരെ ദൂരെ വന്നിട്ടാണ് ആ വീഡിയോ ചെയ്ത്. ക്രെയിനിന്റെ അടുത്ത് പോകാനോ ഡീറ്റെയിൽ എടുക്കാനോ നമുക്ക് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല, നമ്മുടെ മുന്നിൽ തന്നെ ക്രെയിൻ ഉണ്ട്. ആ ക്രെയിന് കണ്ടെയ്നർ എങ്ങനെയാണ് പിക്ക് ചെയ്യുന്നത്, എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എന്താണ് ആ ക്രെയിനിന്റെ ഉപയോഗം, ഇങ്ങനെ നമ്മുടെ പോർട്ടിൽ 4-5 റേസ് ട്രാക്കർ ക്രെയിനുകളുണ്ട്. ZPMCയുടെ ക്രെയിനാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉപയോഗം നമുക്കിപ്പോൾ കാണാൻ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പോർട്ടിൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് എല്ലാവരും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്, കപ്പലിൽ കണ്ടെയ്നർ കൊണ്ടുവരുന്നു. ആ കണ്ടെയ്നർ ഷിഫ്റ്റ് ഷാർക്കിനെ ഉപയോഗിച്ച് പിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കാണുന്ന ട്രെയിലർ ലോറികളിലാക്കുന്നു. ട്രെയിലർ ലോറി നേരെ യാർഡ് പോർഷനിലേക്ക് വരുന്നു. ഇപ്പോൾ യാർഡ് പോർഷനിൽ പുറത്തുള്ള ലോറിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേപോലെ യാർഡ് പോർഷനിൽ വന്നു കഴിഞ്ഞിട്ട് യാർഡ് പോർഷനിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ട കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ ഉപയോഗിച്ച് ഇത് യാർഡ് പോർഷനിൽ ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെക്കുന്നു. അതല്ലാത്ത കണ്ടെയ്നർ, അതായത് നമ്മൾ ഈ 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ രൂപം എന്ന് പറയുന്നത് പോലെ, അതല്ലാതെ പല ഷേപ്പിലും കണ്ടെയ്നർ വരും. കാരണം നമ്മുടെ ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പല തരത്തിലുള്ള മെറ്റീരിയലായിരിക്കും പല രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ ചിലപ്പോൾ യാർഡിൽ അത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ചിലപ്പം യാർഡിന് പുറത്തായിരിക്കും. അല്ലെങ്കിൽ ഈ എക്സ്പ്ലോഷൻ പോലുള്ള സാധനങ്ങൾ, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ആ കണ്ടെയ്നറിന്റെ സ്റ്റിക്കർ തന്നെ കാണും. അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ അത് മാറ്റി വെക്കാനൊക്കെ നമുക്ക് ഇതുപോലുള്ള റേസ് ട്രാക്കർ ക്രെയിനുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ പോർട്ടിൽ ZPMCയുടെ ക്രെയിനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ കാണുന്ന റേസ് ട്രാക്കർ ക്രെയിനുകളെ ഒന്ന് അടുത്ത് കാണാം. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ പോർട്ടിലെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്രെയിനാണ് റേസ് ട്രാക്കർ ക്രെയിനുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും ബാഡ്ജിങ് E601 ZPMC അദാനി എന്ന് പറയുന്ന ബാഡ്ജിങ്ങും വളരെ വ്യക്തമായിട്ട് ക്രെയിനിൽ കാണാൻ സാധിക്കും. ഏറ്റവും അടുത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട്. ഇത്രയും അടുത്തോളം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. 2 ക്രെയിനുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലായിട്ടുള്ളത്. കളർ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഈ ക്രെയിൻ വന്ന സമയത്ത് വളരെ ദൂരെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഒരവസരം കിട്ടി ഇങ്ങനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. ഈ ക്രെയിനിന്റെ യൂസൊക്കെ ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ZPMCന്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ക്രെയിനിന്റെ സ്പ്രെഡറാണ് കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ കണ്ടെയ്നർ അതായത് കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ പൊക്കിയെടുത്ത് ലോറിയിലാക്കുന്നതിനും ലോറിയിൽ നിന്നും ട്രെയിലറിൽ നമുക്ക് യാർഡിന്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന ഈ പോർഷനാണ് നമ്മൾ ഈ പറയുന്ന സ്പ്രെഡർ എന്ന് പറയുന്നത്. സ്പ്രെഡർ കണക്ട് ചെയ്ത് ബൂമുമായിട്ടാണ്. തൊട്ട് മുകളിലാണ് ബൂം. കണ്ടോ, ഇതാണ് ZPMCന്റെ ബാഡ്ജിങ് കാണുന്ന ഈ പോർഷനാണ് ബൂം എന്ന് പറയുന്നത്. ബൂമിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. സ്പ്രെഡറിന്റെ ഈ വീതി, നമ്മൾ ഈ കാണുന്ന സ്പ്രെഡർ സൈസ് വ്യത്യാസപ്പെടുത്താനായി സാധിക്കും. കാരണം 2 തരത്തിലുള്ള കണ്ടെയ്നറാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 40 ഫീറ്റും 20 ഫീറ്റും വരും. പിന്നെ 45 ഫീറ്റൊക്കെ കണ്ടെയ്നർ ഉണ്ട്, പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ വരുന്ന 40 ഫീറ്റും 20 ഫീറ്റുമാണ്. ഇപ്പോൾ നമുക്ക് ആ ക്രെയിൻ ഏറ്റവും അടുത്ത് കണ്ടപ്പോൾ നമ്മൾ അതിന്റെ ഹൈറ്റ് നോക്കണുണ്ട്. എത്രത്തോളം ഹൈറ്റാണ് ഈ ക്രെയിനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ബൂം ഉയർന്നു പോകുന്നത് നമ്മുടെ കണ്ടെയ്നർ, ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ടല്ലോ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റ് നിന്ന് ഏകദേശം 5-6 കണ്ടെയ്നർ ഹൈറ്റിന് മുകളിൽ നിന്നും കണ്ടെയ്നർ പിക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന റേസ് ട്രാക്ക് ക്രെയിനുകൾക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ പഴയ വീഡിയോ ഇട്ടുണ്ട്. കാരണം ഈ ക്രെയിനുകൾ വന്നിട്ട് ഏതാണ്ട് 5-6 മാസം ആയിട്ടുണ്ട്. ആ വന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ദൂരെ വന്നിട്ട് തന്നെ നമ്മളതിന്റെ അപ്ഡേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ക്രെയിൻ എന്നും നമ്മുടെ പോർട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള അപ്ഡേഷൻ, ഡീറ്റെയിൽ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തൊട്ടടുത്ത് ആ ക്രെയിൻ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. നമ്മളെ പോർട്ടിനകത്ത് വന്ന സമയത്ത് ആ ക്രെയിൻ കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ആ ക്രെയിൻ എന്താണെന്നും ആ ക്രെയിന് തൊട്ടടുത്തെന്നുള്ള വിഷ്വൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. അതിന്റെ ടയറിന്റെ പ്രൊട്ടക്ഷനൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന റേസ് ട്രാക്ക് ക്രെയിനുകൾ. ഇനി നമുക്ക് പോർട്ട് കാണാൻ സാധിക്കും. രാത്രി ആയതുകൊണ്ട് നമുക്ക് പല ക്രെയിനുകളുടെയും ഓപ്പറേഷൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ യാർഡിൽ കാണുന്ന ക്രെയിനുകളെല്ലാം, അതായത് കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്ന യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്.
ക്യാമറയുണ്ട്, സെൻസറുണ്ട്. അതിനാൽ ലൈറ്റുകൾ ധാരാളമായി ഈ പറയുന്ന ക്രെയിനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തൊട്ട് മുന്നേ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മുന്നിൽ കാണുന്ന വളരെ ദൂരമായിട്ട് കാണുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. തൊട്ട് മുന്നേ ഇന്നലേക്ക് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇങ്ങോട്ട് പോകാം. നമുക്ക് കാറ് സൈഡിൽ ഒതുക്കിയിട്ടാണ് ഞാനിത് കണ്ടപ്പോഴാണ് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഞാൻ ഈ ക്രെയിനിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത്. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് പോർട്ടിൻ്റെ ലൈറ്റും വ്യത്യസ്തമായ കണ്ടെയ്നറുണ്ടോ നമുക്ക് നോക്കാം. രാത്രി നമ്മൾ അധികം നമ്മുടെ പോർട്ടിനകത്തോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് രാത്രി വരുന്നത്. പകൽ എപ്പോഴും നമ്മൾ വരാറുണ്ട്. രാത്രിയിലെ പോർട്ടിൻ്റെ മനോഹാരിത നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇതൊരു സാധാ പോർട്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ഇന്ത്യയിലെ ഒരേ ഒരു ആഴക്കടൽ പോർട്ടുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ആഴക്കടൽ പോർട്ടിൻ്റെ യാർഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന യാർഡ് ക്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ധാരാളം യാർഡ് ക്രെയിനുകളുണ്ട്. ഈ യാർഡ് ക്രെയിനുകളിൽ ധാരാളം ലൈറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ധാരാളം ഈ പറയുന്ന റോക്കുകൾ, അതായത് നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലാണ് നമ്മുടെ യാർഡ് പോർഷൻ ഉള്ളത്. കണ്ടോ, പല തരത്തിലുള്ള കണ്ടെയ്നർ സൈഡിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഡേ നൈറ്റാണ് നമ്മുടെ ഈ ക്രെയിനുകളെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, സൈഡിലെ വ്യൂ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. കാരണം ഫ്രണ്ടിലൊന്നും വെഹിക്കിളൊന്നും ഇല്ല, നമുക്ക് പതുക്കെ സൂക്ഷിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതിപ്പോൾ റേസ് ട്രാക്കർ ക്രെയിനുകളുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലും ധാരാളം ലൈറ്റുകളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ക്രെയിൻ കാണാൻ സാധിക്കും. ഇത് നമുക്ക് കണ്ട പല വലിപ്പത്തിലുള്ള കണ്ടെയ്നർ, പല സൈസിൽ. ഇപ്പോൾ ഒരു ടാങ്കർ രീതിയിലുള്ള കണ്ടെയ്നറാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് സൈഡിലൂടെ വളരെ സാവധാനത്തിലാണ് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കാണാൻ സാധിക്കും. രാത്രിയിൽ നമ്മുടെ പോർട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണുന്നതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ പോർട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കാരണം നമ്മുടെ പോർട്ടിന് എല്ലാവർക്കും സ്നേഹമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഈ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ പോർട്ടിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അവസരം നമ്മുടെ പോർട്ടിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കിട്ടുന്ന ഒരു വീഡിയോ എടുക്കേണ്ട ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, അത് ഉറപ്പായിട്ട് ഞാനത് യൂസ് ചെയ്യും. ആ വീഡിയോ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കും. അങ്ങനെയാണ് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതുണ്ടോ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിൻ അല്ലെങ്കിൽ കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ക്രെയിൻ ഇപ്പോൾ നമുക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. സൈഡിൽ നമുക്ക് വണ്ടി ഒന്ന് നിർത്താം. നിർത്തിയിട്ട് കണ്ടോ, ഇതുപോലെയാണ് രാത്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞാനത് അങ്ങനെ നിർത്താൻ കാരണം ഇപ്പോൾ നമുക്ക് ആ ക്രെയിൻ മൂവ് ചെയ്യുന്നതോടൊപ്പം കണ്ടോ ലൈറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തം സെൻസറാണ് ഇത്. ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ ക്രെയിനിൽ ആരും തന്നെ ഇല്ല. നമ്മളീ കണ്ട PO ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ഇരുന്നിട്ടാണ് ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ലൈറ്റും സെൻസറിൻ്റെയും സഹായത്തോടെ രാത്രിയിൽ, പകലും അങ്ങനെ തന്നെയാണ്. നിലവിൽ പകൽ ലൈറ്റിൻ്റെ ആവശ്യമില്ല, സെൻസറിൻ്റെ സഹായമുണ്ട്. കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതെടുത്ത് പറയാൻ കാരണം വെറും 9 മാസം കൊണ്ട് നമുക്ക് 6 ലക്ഷം TVക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നമുക്ക് സാധിച്ചെങ്കിൽ ഇതുപോലുള്ള ക്രെയിനുകൾ ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സാധ്യമാകുന്നത്. ഈ ഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രെയിൻ സ്വന്തമായിട്ടല്ല, ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ആക്യുറസി ആണെന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ടോ, അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ക്രെയിൻ ഓപ്പറേറ്റ്. അതുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ പോർട്ടിന് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ലോറി പോയി കണ്ടെയ്നർ, അതായത് ഒരു ട്രെയിലർ ലോറി പോയതിനു ശേഷം കണ്ടെയ്നർ യാർഡിലേക്ക് മാറ്റി അടുത്തൊരു ട്രെയിലർ നമ്മുടെ ഈ പറയുന്ന യാർഡ് ക്രെയിനിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അത് നമുക്ക് കാണാൻ സാധിക്കും. ഈ യാർഡ് ക്രെയിൻ മുന്നോട്ടും പിന്നോട്ടും വളരെ സ്മൂത്തായിട്ട് പോകാനായി സാധിക്കുന്നതാണ്. കാരണം അതിലൊരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് വഴിയാണ് അത് റൺ ചെയ്യുന്നത്. ഈ ക്രെയിൻ വന്ന സമയത്ത് ആദ്യത്തെ ക്രെയിൻ വന്ന് ഓപ്പറേറ്റ് ചെയ്ത സമയത്തും അന്ന് ഈ യാർഡില്ല, യാർഡ് പോർഷൻ്റെ കണ്ടെയ്നറൊന്നുമില്ല. നമുക്കറിയാം, പഴയ വീഡിയോ ഉണ്ട്. അത് നമ്മൾ ആശ്ചര്യത്തോടെ നോക്കി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണിത് റൺ ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്, ഫാസ്റ്റായിട്ടാണോ, ഇതിൻ്റെ സ്പ്രെഡർ എന്താണ്, സ്പ്രെഡറിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ ആശ്ചര്യത്തോടെ ഓരോ മൂവ്മെൻറ്റും നോക്കി നിന്നിട്ടുണ്ട്. ആ വീഡിയോയും എൻ്റെ ചാനലുണ്ട്. അതിന് 1 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ്. അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ടൂടെ ഈ പറയുന്ന കാൻഡിലിവർ നമ്മുടെ ഈ മുന്നിൽ കാണുന്ന യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും വന്നപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇത്, കാരണം നിലവിൽ ഇതിൻ്റെ ഒരു ക്യാബിനില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയും അത് ചോദിച്ച് മനസ്സിലാക്കുകയും, അത് മാത്രമല്ല നമ്മൾ ഈ യാർഡിൻ്റെ അകത്ത് കയറി, അതായത് നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നറൊന്നും വരുന്നതിന് മുന്നേ യാർഡിനകത്ത് കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോയിൽ നോക്കിയാൽ കിട്ടും. ഇതാ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ക്രെയിൻ E05 ആണ് ഇപ്പോൾ ഈ പറയുന്ന എൻഡ് പോർഷനിൽ, യാർഡിൻ്റെ എൻഡ് പോർഷനിലുള്ളത്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നിൽ സെക്യൂരിറ്റി ബിൽഡിംഗ് കാണാൻ സാധിക്കും. മെയിൻ ഗേറ്റൊക്കെ വരാൻ പോകുന്നുണ്ട്. റോഡിൻ്റെ വീതി വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ എതിരെ വേറെ വണ്ടികളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത്. ഇതിപ്പോൾ പോർട്ടിനകത്ത് തന്നെയാണ്. അതുമാത്രമല്ല ധാരാളം LED ലൈറ്റ് കൊണ്ട് പ്രകാശപൂരിതമായ നമ്മുടെ
പോർട്ടിൻ്റെ റോഡ് കാണാനും വളരെ ഭംഗിയാണ്. നമ്മുടെ പോർട്ടും വളരെ ഭംഗിയാണ്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ ഈ പറയുന്ന സ്കൈ ഷൂട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ആ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. പൂർണ്ണമായിട്ടും കടലിൽ തന്നെയാണ് യാർഡ് എക്സ്റ്റൻഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. കണ്ടോ, ഈ മെയിൻ ഗേറ്റ് വഴിയാണ് ഇനി കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടത്തുന്നത്. കണ്ടോ, ആ ഗേറ്റിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി എല്ലാം ഫുൾ ടൈറ്റാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ പോർട്ടിൻ്റെ സെക്യൂരിറ്റി എല്ലാം ഫുൾ ടൈറ്റാണ്. പ്രവേശനമില്ല, അനുവാദമില്ലാതെ ആർക്കും പോർട്ടിനകത്തേക്ക് പ്രവേശിക്കാനായി സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞിരിക്കുന്നു. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ ഭാഗമൊക്കെ പലപ്പോഴായിട്ട് പകൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡ്, നമ്മൾ ഈ കാണുന്ന ഒരു റൗണ്ട് പോർഷൻ ഉണ്ട്. ഈ റൗണ്ട് പോർഷൻ മുതൽ NH66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. 18ാമത്തെ അപ്ഡേഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ അപ്ഡേഷൻ ഉൾപ്പെടെ നമ്മുടെ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിലും നമ്മൾ ഓരോ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം അല്ലെങ്കിൽ പ്രവേശന റോഡാണ് നമ്മൾ കാണുന്നത്. റോഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ധാരാളം പച്ചപ്പുള്ള ചെടികൾ, മനോഹരമായ ചെടികളുമുണ്ട്. അതുമാത്രമല്ല ധാരാളം ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല പ്രകാശമാണ് ഇവിടെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതേ മനോഹാരിതയായിരിക്കും. ഇതുപോലെയാണ് NH66 ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകളും പൂർണ്ണമാകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടുണ്ട്, പക്ഷേ ഈ നിലവിൽ ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം നമ്മൾ രാത്രിയിൽ ഒരിക്കലും നമ്മൾ അവിടെ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ വീഡിയോ നമ്മൾ ഈ ഭാഗത്ത് രാത്രി നമ്മൾ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് രാത്രി വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാർ ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഹൈമാസ് ലൈറ്റുകളും ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകളും ധാരാളമുണ്ട്. വളരെ ദൂരമായിട്ടൊരു ഹൈമാസ് ലൈറ്റ് കാണാൻ സാധിക്കും. ഈ ഹൈമാസ് ലൈറ്റിൻ്റെ വർക്ക് തുടങ്ങിയ സമയം, ഈ ഹൈമാസ് ലൈറ്റ് ക്രെയിനിലെടുത്ത് വെച്ച സമയം മുതൽ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഹൈമാസ് ലൈറ്റാണ് LED ലൈറ്റ്. നിങ്ങൾക്ക് പലപ്പോഴും ലിങ്ക് റോഡിൻ്റെ വർക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കില്ല. ആ ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ വളരെ വലിയ പ്രകാശമാണ് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. അവിടെ എല്ലാം ഒരു പകൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ ലിങ്ക് റോഡിൻ്റെ അല്ലെങ്കിൽ കണക്ഷൻ റോഡിൻ്റെ ലൈറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും ഓൺ ആക്കിയിരിക്കുന്നു. വളരെ മനോഹരം തന്നെയാണ്. വളരെ ദൂരമായിട്ട് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ലിങ്ക് റോഡിലൂടെയുള്ള യാത്രയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. Thank you.